നമസ്കാരം. ദേ ഇങ്ങനെ ഇടിക്കണം, കാത്തിരിപ്പിന് വിരാമം. മമ്മൂട്ടി ഗൗതം മേനോൻ ചിത്രത്തിന്റെ ടീസർ ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. മമ്മൂക്കയെ നായകനാക്കി സംവിധായകൻ ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡി പേഴ്സ് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഏകദേശം 1 മിനിറ്റും 17 സെക്കൻഡുമുള്ള ടീസറിൽ മമ്മൂക്കയും ഗോകുൽ കൃഷ്ണയും തമ്മിലുള്ള സംഭാഷണമാണ് ടീസറിലുള്ളത്. ക്വാളിറ്റി സിനിമകൾ മാത്രം മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ കീഴിൽ ആദ്യമായിട്ടാണ് ഒരു ഹ്യൂമർ ടച്ച് ഉള്ള ചിത്രം ബിഗ് സ്ക്രീനിലേക്ക് എത്താൻ ഒരുങ്ങുന്നത്. പുറത്തു വന്ന ടീസറിൽ നിന്നും വ്യക്തമാണ് മമ്മൂക്ക ഒരു കോമഡി ടച്ച് ഉള്ള ഡിറ്റക്റ്റീവ് ഓഫീസറായിട്ടാണ് ചിത്രത്തിൽ മുഴുനീളം ഉണ്ടാവുക. ഗോകുൽ സുരേഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ഒരു സംഘടനത്തിന് തയ്യാറാക്കുന്ന മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ രസകരമായ സംഭാഷണമാണ് ടീസറിന്റെ ഹൈലൈറ്റ്. ഗൗതം വാസുദേവ മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധായക കുപ്പായം അണിയുന്നു. അതോടൊപ്പം ഡോക്ടർമാരായ സൂരജും നീരജുമാണ് ചിത്രത്തിന്റെ തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ 12 മണിക്കൂർ കഴിയുമ്പോൾ യൂട്യൂബിലൂടെ നോക്കുമ്പോൾ ഏകദേശം 8,20,350 പേരാണ് യൂട്യൂബിലൂടെ ഇതിനോടകം തന്നെ കണ്ടിരിക്കുന്നത്. ഏകദേശം 45,000-ന് മുകളിൽ ലൈക്കുകളും ചിത്രത്തിന്റെ ടീസർ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു. മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നത്. തമിഴിൽ ക്ലാസ് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള ഗൗതം വാസുദേവ മേനോൻ മലയാളത്തിൽ എത്തുന്നത് എന്നത് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെയാണ്. തമിഴിൽ വൻ ആക്ഷൻ ചിത്രങ്ങളും പ്രണയ ചിത്രങ്ങളും ഒരുക്കിയിട്ടുള്ള ഗൗതം വാസുദേവ മേനോൻ ഒരുക്കുന്ന ആദ്യത്തെ കോമഡി ത്രില്ലറാണ് ഈ ഒരു മമ്മൂട്ടി ചിത്രം. മമ്മൂക്ക ഗംഭീര ലുക്കിലെത്തുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിൽ കാർഡും മമ്മൂട്ടിയുടെ ജന്മദിനം പ്രമാണിച്ച് സെപ്റ്റംബർ 7-ന് റിലീസ് ചെയ്തിരുന്നു. കൊച്ചി, മൂന്നാർ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ചിത്രം ചിത്രീകരിച്ചത്. ഡൊമിനിക് ആൻഡ് ദി ലേഡി പേഴ്സിലെ മറ്റു പ്രധാന താരങ്ങൾ ഗോകുൽ സുരേഷ്, ലെന, സിദ്ദിഖ്, വിജയ് വെങ്കടേഷ്, വിജയ് ബാബു, വിനീത്, സുഷ്മിത ഭട്ട് എന്നിവരാണ്. അതേസമയം തിയേറ്ററുകളിൽ മമ്മൂക്കയുടേതായി റിലീസ് ചെയ്യപ്പെട്ട വെള്ളിയേട്ടൻ സിനിമയുടെ 4K റീമാസ്റ്റർ പതിപ്പ് തിയേറ്റർ റൺ അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് കേരള ട്രാക്കിംഗ് കളക്ഷൻ മാത്രം ഏകദേശം 59.8 ലക്ഷം രൂപയായിരുന്നു. ഇന്നലെ ചിത്രത്തിന്റെ 6ാം ദിവസമായ ബുധനാഴ്ച ഏകദേശം 135 ഷോകളാണ് കേരളത്തിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 1120-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ഇന്നലെ മാത്രം ചിത്രത്തിന്റെ ട്രാക്ക്ഡ് കേരള ഗ്രോസ് എന്ന് പറയുന്നത് 1.7 ലക്ഷം രൂപയാണ്. അങ്ങനെ ടോട്ടൽ ട്രാക്ക്ഡ് കളക്ഷനിലൂടെ മാത്രം 6 ദിവസങ്ങൾ കൊണ്ട് വെള്ളിയേട്ടന്റെ 4K റീമാസ്റ്റർ പതിപ്പ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് 61.5 ലക്ഷം രൂപയാണ്. തെലുങ്ക് ചിത്രമായ പുഷ്പ പോലെയുള്ള ചിത്രങ്ങൾ ഇന്ന് റിലീസ് ചെയ്തത് കൊണ്ട് തന്നെ മികച്ച റിലീസ് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളിയേട്ടന്റെ 4K റീമാസ്റ്റർ പതിപ്പിന്റെ ഷോ കൗണ്ടുകൾ കേരളത്തിലും കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.